നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന കാര്യം ഉദ്ഘാടന പരിപാടികളിൽ ഹണി റോസ് ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് അയാളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ ഹണി റോസിനെതിരെ വിമർശനങ്ങൾ ധാരാളമായി ഉയരാറുണ്ട്. അതിനിടയിൽ ഇപ്പോഴിതാ ഹണിയുടെ വസ്ത്രധാരണം സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് നടിയുടെ കുടുംബം നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ആ വസ്ത്രങ്ങൾ ഒന്നും തന്നെ തിരഞ്ഞെടുക്കുന്നത് ഹണി റോസ് അല്ല എന്നാണ് കുടുംബം പറയുന്നത്. ആരാണ് ഇത്തരത്തിലുള്ള സ്റ്റൈലിഷ് വസ്ത്രങ്ങൾക്ക് പിന്നിലെന്നും കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. ഹണിയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഹണിയുടെ ഉദ്ഘാടനത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്. ഹണിയാണ് പക്ഷേ അതിനൊക്കെയുള്ള തെറി കേൾക്കുന്നത്. ഇവളോട് ഞാൻ ചോദിക്കാറുണ്ട്, നീ എന്താണ് എന്റെ പേര് പറയാത്തത് എന്ന്. എവിടെ പോയാലും ഇവളെ എല്ലാവരും നന്നായി നോക്കണം, അതാണ് എന്റെ ആഗ്രഹം. കുഞ്ഞിലെ തൊട്ട് നന്നായി ഒരുക്കി നിർത്തുമായിരുന്നു. ഹണിയുടെ ഫോട്ടോയ്ക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതിനൊന്നും പക്ഷേ മറുപടി കൊടുക്കാറില്ല. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് പറയും. ചിലർ പൈസ കിട്ടാനൊക്കെ ആയിരിക്കും അങ്ങനെ പറയുന്നത്. അതിലേക്ക് ഞാൻ ശ്രദ്ധിക്കാൻ പോകാറില്ല. അത് ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ്. കാരണം അതൊക്കെ കേട്ടാൽ അവർ നമ്മുടെ കഴിവ് നശിപ്പിക്കും. മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ നമുക്ക് ജീവിതവും സന്തോഷവും ഉണ്ടാകില്ല. മറ്റുള്ളവരെ അങ്ങനെ തന്നെ കാണാനുള്ള ബോധം നമുക്ക് വേണം. ഞങ്ങളുടെ പൊന്നുമോളാണ് ഹണി എന്നും അമ്മ പറയുന്നു. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകൾക്ക് ചെവി കൊടുക്കാത്തയാളാണ് താനെന്ന് മുൻപ് ഹണി റോസും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നുവെങ്കിലും അത് പക്ഷേ താൻ വലിയ കാര്യമാക്കിയാറില്ല എന്നായിരുന്നു ഹണിയുടെ വാക്കുകൾ. അതേസമയം ബോബി ചെമ്മണ്ണൂരിന്റെ സംഭവത്തിൽ അധിക്ഷേപം അതിര് കടന്നപ്പോഴാണ് താൻ നിയമ നടപടിയുമായി പോയത് എന്നും ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. ഒരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ച് വളരെ മോശമായി സംസാരിച്ചിട്ടും താൻ ആ സാഹചര്യം വഷളാകരുത് എന്ന് കരുതി പ്രതികരിക്കാതിരുന്നതാണ് എന്നും തന്റെ അതൃപ്തി കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നും ഹണി പറയുന്നു. ഇനി അദ്ദേഹത്തിന്റെ ബ്രാൻഡുമായി സഹകരിക്കാൻ താൻ ഇല്ല എന്ന് അറിയിച്ചിട്ടും പല വേദിയിലും വെച്ച് തന്നെ പിന്തുടർന്ന് അധിക്ഷേപിച്ചപ്പോഴാണ് നിയമപരമായി നീങ്ങിയത് എന്നും നടി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഹണി റോസ് നൽകിയ കേസിൽ ജാമ്യം ലഭിച്ച് ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതീവ നാടകീയ സംഭവങ്ങൾക്ക് ശേഷമായിരുന്നു ബോബി പുറത്തിറങ്ങിയത്. ഇനി ഒരിക്കലും ഒരാൾക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ താൻ നടത്തില്ല എന്ന് ബോബി കോടതിയിൽ പറഞ്ഞു. അതേസമയം ഇനിയും ഹണി റോസിനെ പോലെയുള്ള സെലിബ്രിറ്റികളെ താൻ തന്റെ ബിസിനസ് പ്രമോഷൻ പരിപാടികൾക്ക് വിളിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി.